ഒരു പരിധി വരെ നമ്മുടെ പാരൻറ്റിങ് രീതികൾ നാർസിസിസത്തിന് വളം വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടുന്ന ഒരു വ്യക്തിയെ എല്ലാവരും കൂടെ പുകഴ്ത്തി ആകാശം മുട്ടയെ ഉയർത്തുകയാണ്. വീട്ടിൽ രക്ഷിതാക്കൾ അവനെക്കുറിച്ച് പുകഴ്ത്തുന്നു, അയൽവാസികൾ പുകഴ്ത്തുന്നു, അധ്യാപകർ പുകഴ്ത്തുന്നു. ഇവൻ ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നു, പക്ഷേ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന പരീക്ഷയ്ക്ക് കണക്കിന് 0 മാർക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് വീട്ടിലെ ഒരു ബൾബ് കേടായാൽ മാറ്റിയിടാൻ അറിയാം, എനിക്ക് ആ കഴിവില്ല, ഈ തിരിച്ചറിവില്ല. ഇതാണൊരു വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ എപ്പോഴും ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും പുകഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ബ്ലാങ്കറ്റ് പ്രൈസ് എന്നൊരു സംഗതി ചെയ്യരുത്. നീ ലോകത്തിലെ ഏറ്റവും മഹാനായ കുട്ടിയാണ്, ഏറ്റവും മിടുക്കനായ കുട്ടിയാണ്, ഒന്നും പറഞ്ഞു കളയരുത്. ഇന്ന കാര്യത്തിന് നീ മിടുക്കനാണ്. അതോടൊപ്പം ആ മിടുക്ക് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മറ്റു ചില മേഖലകൾ കൂടെ ലോകത്തിലുണ്ട്. ആ മേഖലകളിൽ നിനക്ക് കുറച്ച് വൈദഗ്ധ്യം കുറവാണ്, പക്ഷേ നിൻ്റെ ക്ലാസ്സിലുള്ള മണ്ടനെന്ന് നീ വിശ്വസിക്കുന്ന നിൻ്റെ സുഹൃത്തിന് കൂടുതൽ വൈദഗ്ധ്യം കാണാം. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ തൊഴിലുകളെയും തുല്യമായ രീതിയിൽ കാണാനും അംഗീകരിക്കാനുള്ളൊരു മനസ്ഥിതിയാണ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ല എങ്കിൽ ഈ അക്കാദമിക മികവിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ കുട്ടികളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ആത്മാനുരാഗികളായി മാറുന്നത് സ്വാഭാവികമാണ്. അവർ നാളെ അവരുടെ അക്കാദമിക മികവുകൊണ്ട് ഉന്നത പദവികളിലെത്തും. പക്ഷേ ഹ്യൂമൻ ഇൻ്ററാക്ഷൻ പ്രശ്നം വരും.